അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് ഇക്കാക്കും മക്കൾക്കും സുഖമാണ്. ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനാണ് വന്നത്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലേ, എന്തിനാണ് നജില ഷാൻ. കുറേ നാൾ മസ്റൂറ ഫാത്തിമ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നജില ഷാൻ എന്ന് പറയുന്ന ഐഡിയ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ചാനൽ ഇതാണ് കാണുന്നല്ലേ, നജില ഷാൻ. അപ്പോൾ എൻ്റെ ചാനലിൽ എന്നെക്കുറിച്ച് ഒരു വർഷമായി ഒരു സ്ത്രീ വീഡിയോ ഇടുന്നുണ്ട്. എനിക്കൊരു 8 മാസത്തിന് മുമ്പ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ സ്ട്രൈക്ക് കൊടുത്തില്ല. 6 മക്കളെ എങ്ങനെ വളർത്തിക്കോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ എന്നിട്ട് എൻ്റെ കൂടെ സൗഹൃദം നടിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എനിക്കൊരു ചുരിദാറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സുഹൃത്തിൻ്റെ പേരിൽ എന്തോ പറഞ്ഞ് ചുമ്മാ തല്ലി എന്നെ എന്തോ കാരണത്തിൽ ചീത്തയും വിളിച്ച്. അപ്പോൾ ഒരു ആലുവയെന്നൊരു കേസ് അവൾക്കുണ്ടായിരുന്നു, ആ ഒരു പെൺകുട്ടിക്ക് ഒരു അവിഹിതം ചേർത്തതിന്. അപ്പോൾ അതിന് മൊഴി കൊടുക്കാൻ പോകാനൊക്കെ നിൽക്കുകയായിരുന്നു നമ്മൾ. അപ്പോഴാണ് മോൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായത്. ഇൻഷാ അല്ലാഹ് മൊഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് വീണ്ടും അവൾ സ്ട്രൈക്ക് 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് അതൊരു സ്ട്രൈക്കാണ് വന്നത്. ഒരെണ്ണം യൂട്യൂബിൽ നമ്മൾ കൊടുത്തപ്പോൾ റിമൂവ് ആക്കി തന്നു, അത് ആദ്യത്തേത്. അപ്പോൾ ഓൾറെഡി ഒരു സ്ട്രൈക്ക് എൻ്റെ ചാനലിലുള്ളായിരുന്നു. ഇന്നലെ രാത്രി എനിക്ക് 2 സ്ട്രൈക്ക് തന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അവൾക്ക് 3 സ്ട്രൈക്ക് ആ ഒരു കാരണത്തിൽ ഞാൻ കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് 10 ദിവസം കൊണ്ട് 10,000 രൂപ ചിലവാക്കിയ ചാനൽ കളയാമായിരുന്നു. എന്നിട്ട് ഞാൻ 55,000 ഇതുള്ള ഞാൻ ഏത് പ്രേക്ഷകരും പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത്. ഞാൻ എൻ്റെതായ ശരിയിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലേക്കാ, ഏത് പ്രേക്ഷകർക്കും വേണ്ടിയിട്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കണ്ടൻറ് ഉണ്ടാക്കി അതനുസരിച്ച് കൊണ്ടുവന്ന് ചാനൽ വളർത്തി കൊണ്ടുവന്ന് ആരെയും യൂസ് ചെയ്തിട്ടല്ല ഞാൻ ചാനൽ വളർത്തിയത്. എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ദുരിതങ്ങളും ഇട്ടിട്ടാണ്. ഇത് ഒരുത്തിയുണ്ട് എന്നെ വേണ്ടി, അവൾ ചായക്ക് പഞ്ചാര ഇട്ടില്ല, എൻ്റെ ഈ ചാനൽ അവൾ കളഞ്ഞു. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനലാണ്. പക്ഷെ നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ, നീ അട്ടാസിച്ച് ചിരിച്ചോ. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു കാര്യത്തിൽ നീ ഒരുപാട് ദുഃഖിക്കും. എൻ്റെ ഈ ചാനൽ കളഞ്ഞതിന് എനിക്ക് ഇന്നലെ തൊട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എൻ്റെ ചാനൽ പോയി. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കാണണം. ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇക്ക നമുക്കത് ചെയ്താൽ 10 രൂപ പോകുള്ളൂ, ഇക്ക 10,000 രൂപ പോകുള്ളൂ. ലാസ്റ്റ് പ്രോസസ്സിങ് വരെ എത്തി. ഇക്കാണ് വേണ്ടെന്ന് പറഞ്ഞു. നെജിയെ വേണ്ടടി, മക്കൾക്ക് വളർത്താൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് മക്കളുള്ളതല്ലേന്ന്. അപ്പൊ നീ കുരങ്ങിന്റെ പൂമാല കിട്ടിയൊരവസ്ഥ നിനക്കുണ്ട്. നീ ചെയ്തോ നമ്മുടെ നീ ഇത്രയും എൻ്റെ ചാനലിൽ കയറി തോന്നിയാസം കളിച്ചു. നിന്റെ സ്നേഹാതീരത്തിനാ ഞാൻ പ്രൈവറ്റ് ആക്കി ഇട്ടിരിക്കുന്നത്. എന്തിനെന്നറിയാമോ? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നീ പറയട്ടെ, സ്നേഹതീരത്തിന്റെ ഷംസുന്റെ ഫോട്ടോ ഇട്ട് നിനക്ക് സ്ട്രൈക്ക്. നീ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കണതാ. നീ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കണതാ. നിനക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റില് നിന്നെ ഞാൻ ഈ ചാനൽ എന്തെങ്കിലും പറ്റുമോ? എന്റെ ചാനലിൽ എന്തെങ്കിലും പറ്റുമോ? നിനക്കാണ് പണി, നിനക്ക് പണി തന്നെയാണ്. ഇനി വേണ്ടി വന്നാൽ ഞാൻ എന്തും ചെയ്യും. എനിക്ക് മൈനും പോയില്ല. ഈ ചാനൽ എന്തെങ്കിലും സംഭവിച്ചു, ഈ ചാനലിന് മസ്റൂറ ഫാത്തിമ എന്നുള്ളത് പേര് മാറ്റി നജില ഷാൻ നോക്കിയ ചാനലിന് നിന്നെ ഞാനാണ് പറഞ്ഞ വേണ്ടാന്ന്. നമുക്ക് നീ പറഞ്ഞിടക്ക് 10,000 കൊടുക്കണ്ട, ഒരു 10 പൈസ കൊടുക്കണ്ട. വക്കീലിന് കുമുസം 500 വക്കീലിന് 1000 കൊടുത്താ പണി ചാനല് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. നീ ഒരുത്തി കാരണമാണ്. എന്തായാലും നമ്മള് എറണാകുളം പോണുണ്ട്. ഞാൻ ഇക്കായി മാത്രമേ പോണുള്ളൂ. ഈ ചാനൽ നീ ഒരുപാട് പേര് കൊടുക്കണ്ട. നീ സ്നേഹതീരത്തിന് കാണിച്ചതിനല്ലേ എനിക്ക് സ്ട്രൈക്ക് തന്നത്. പബ്ലിക്കില് കാണിക്കാൻ പോവാ സ്നേഹതീരത്തിനാ. പബ്ലിക്കില് കൊതമംഗലല്ലേ, മഹിമിന്റെ വീടും കൊതമംഗലം. എത്ര പേര് കൂട്ടുകാരെന്ന് കൊതമംഗലം നമ്മളെ വീട്ടിൽ പോകും. ഇതിനുള്ള തീരുമാനം കാണിച്ചു തരാം. ചാനലിൽ പോയ എല്ലാത്തിനും ഞാൻ ഉടുക്കി കാണിച്ചു. ചാനലിന് എന്തെങ്കിലും സംഭവിച്ച നിനക്ക് ഞാൻ ഇത്രയും തന്നെ. നീ എന്നെ കുറിച്ച് വിറ്റ് തിന്ന് നീ നോക്കടി. എന്നെ കുറിച്ച് ചെയ്ത വീഡിയോസിന് മാത്രമേ നിനക്ക് റീച്ച് ഉള്ളൂ, ബാക്കി ഒന്നിനും നിനക്ക് റീച്ച് ഇല്ല. എന്റെ ചാനല് നിന്നോട് നിക്കിട്ട് നീ നമ്മളോട് ഉള്ളതല്ലേ, നമ്മൾ കുടുംബത്തിൽ തീരുമാനം നമ്മള് പോണുണ്ട്. എനിക്ക് അവിടെ പോയ വീടുണ്ട്, കമ്പനിക്കാരുണ്ട്, ഞാൻ ബസ് ഡ്രൈവറാണ്. എനിക്ക് ഒരുപാട് അവന് മനസ്സിലാവും, കോതമംഗലക്കാരന് മനസ്സിലാവും. ആലുവ ബസ് ഓടിക്കുന്ന
എന്ന് പറയുന്നത് നീ നോക്കിക്കോടാ പെങ്കൂസം തായോളി, നോക്കിക്കോ. വേണ്ട അവനെ വിളിക്ക. അവനെ നിങ്ങളൊരു കാര്യം കേൾക്കണോ, ഇന്ന് പബ്ലിക്കിൽ എനിക്ക് അവൻ പൈസ തന്നു, എന്റെ കുട്ടിക്ക് വേണ്ടി ഡ്രസ്സ് അന്ന് പൈസ തന്നു. ഇവൻ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോഴേ എനിക്ക് ലവിന്റെ സ്റ്റിക്കർ വരുമായിരുന്നു, അറിയാമോ? ഞാൻ പബ്ലിക്കിലാ പറയണത്. എന്റെ ചാനൽ എന്തായാലും ജനുവരി പോണം. പിന്നെ വേറെ കാര്യം കേൾക്കണ്ടേക്കാ, ഇവനാണ് എനിക്ക് ചുരിദാറിന്റെ കളർ പോലെ സെലക്ട് ചെയ്തത്. ഇവ എനിക്ക് ഇല്ലാത്ത കളറിന്റെ ഡ്രസ്സില്ല. അപ്പൊ നീയൊക്കെ സ്നേഹം നടിച്ചു അത് പോട്ടെന്ന്. അതായത് എന്തായാലും നമ്മൾ എന്തായാലും ജനുവരി പോണല്ലേ, കോതമംഗലല്ലേ, വലിയ ദൂരമല്ലോ. ഇപ്പൊ ഫോട്ടോ വെച്ച് എന്താ ചെയ്യാത്ത നിനക്ക് സ്ട്രൈക്ക് വീഴുമെന്ന് പറഞ്ഞാ നിന്റെ ചാനൽ ഒരു 10 ദിവസത്തിനകത്ത് എനിക്ക് ചാനൽ കളയായിരുന്നു. നീ നിന്റെ ചാനൽ കുഴപ്പമൊന്നുമില്ല. ഇതിനൊക്കെ തീരുമാനം നമ്മളെ എന്തായാലും ഡിസംബർ 31 ഉണ്ടല്ലോ, അത് ഓരോന്ന് കാക്കാം. നമുക്ക് ജനുവരി 8-ാം തീയതി എന്തായാലും പോണ്ടേ, ജനുവരി 8-ാം തീയതി പോണം. അതോടുകൂടി എല്ലാം തീരുമാനിച്ചു. നിന്റെ സ്നേഹദിനത്തിന് ഞാൻ ഞാനൊരു പബ്ലിസിറ്റി കേസില്ലേ പറഞ്ഞില്ലേ, കുത്തുകേസ് അന്നത്തെ ഒരു കുത്തുകേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കേസറേടാ. അതിന് ജനുവരി 8-ാം തീയതി വരുന്നുണ്ട് ആലോചിക്കും. നിന്നെ പബ്ലിക്കിലിട്ട് ആട്ടിപ്പടലം പോട്ട് നിന്റെ ചാനല് പോട്ട് സാരമില്ല. അവന്റെ ജീവിതം എല്ലാം വെച്ചിട്ടുണ്ട്. സ്നേഹതീരത്തിന്റെ കോൾ ഇങ്ങോട്ട് വന്നത് വിളിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റെക്കോർഡും ഉണ്ട്, കാണിച്ചു തരാം ഞാൻ. സ്നേഹതീരത്തിനാ എനിക്ക് അവനെ എന്തിന്, അവനാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഏത് പാതിരാത്രി എന്റെ ഫോണിൽ ഇവര് രണ്ടുപേരുടെ കോൺഫറൻസ് വിളിച്ചിട്ടേ എന്റെ അടുത്ത് പറയും, എടി നെജിരെ ഇത്തിരി ഒന്ന് സ്നേഹതീരത്തിന് കോൺഫറൻസ് ഇടോ. അപ്പൊ കോൺഫറൻസ് ഇട്ട് ഇവര് തമ്മിൽ സംസാരിക്കും. അപ്പൊ ഞാൻ ജോലി ചെയ്യാണ്, എനിക്ക് പാലെടുക്കാൻ പോണം. ഞാൻ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചോ കോൺഫറൻസിൽ. സമൂഹത്തില് ഈ ചാനലിന് എന്തെങ്കിലും കോട്ടം വന്നാ ഈ സ്നേഹത്തിന് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കോതമംഗലം എന്താണെന്ന് എനിക്കറിയാം. കോതമംഗലം എന്താണ്, കോതമംഗലം എങ്ങനെയാണെന്നൊക്കെ എനിക്ക് നല്ലത് അറിയാം. ഇഷ്ടം പോലെ കൂട്ടുകാരും കമ്പനിക്കാരും ഉണ്ട്. നീ ചിന്തിക്കുന്ന അപ്പുറം ഒരിക്കും കേട്ടോ. ഇക്ക കിടക്കണ എന്തെന്നറിയാമോ, ഇക്കാക്ക് വാക്സിൻ എടുത്ത് അതുകൊണ്ടാണ് കിടക്കുന്നത്. 2 ഷോൾഡറും വാക്സിൻ എടുത്ത്. പൂച്ച ഒന്ന് ചെറുതായിട്ട് ഇതായപ്പോ ഷുഗർ ഉള്ള ആളല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട്. ഇവള് 3 സബ്ബി കിടന്ന എവളാണ്, 3 സബ്ബി കിടന്ന എവളാണ്. എന്നെ വെച്ചാണ് അവള് വീഡിയോ ചെയ്ത, എന്നെ വെച്ചിട്ട് എന്റെ കൂടെ സ്നേഹം നടിച്ചു നിന്ന് ഇവൾ എന്തെല്ലാം എന്റെ അടുത്ത് പറഞ്ഞെന്നറിയാമോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും കാണാം. എന്റെ ചാനൽ കാണും. ഞാൻ 3 വർഷം പടുത്തുയർത്തിക്കൊണ്ടുവന്ന ചാനലാണ്. കാണും, ഇത്രേ ഉള്ളൂ. മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇത് ഇക്കാന്റെ ഫോണിലാണ്, ഈ ക്യാമറയിലാണ് ഇത് പിടിക്കുന്നത്. എന്റെ ഫോണിൽ പിന്നെ ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര വിഷയമാണ്. കാര്യം അവളെ കൂട്ടാൻ വേണ്ടി നോക്കിയാണ്. പിന്നെ എന്താണ്, 6 മക്കളുണ്ട്, 5 മക്കൾ 6 മക്കളാണ്. ഇതറി അങ്ങനെ അങ്ങ് വിട്ടുള്ളതാണ്. ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ, നമ്മള് ദ്രോഹിക്കണ്ട. അപ്പൊ നമുക്കിട്ട് പണിയൊന്ന് ആ പണി നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. ഇത് നമ്മൾ കൊണ്ടുവരും. ഇതിനെ കൊണ്ടുവരാൻ എങ്ങനെ കൊണ്ടുവരണോ നമുക്ക്. എനിക്ക് വേറൊരു കാര്യം കേൾക്കണോ, എനിക്ക് വണ്ടി എടുക്കണേനെ യൂട്യൂബ് ഒന്നും വേണ്ട ആവശ്യമില്ല അല്ലേക്കാ. നമുക്ക് ഒന്നിനും ഞാനാണ് കട ആക്കണ്ട, എന്തിനാണ് പണയം വയ്ക്കുന്ന, വേണ്ട. ഞാനാണ് പറഞ്ഞ വേണ്ട. എനിക്ക് ഞാൻ പെറമ്പോക്കി വണ്ടി എടുക്കുന്നറിയോ, എനിക്ക് എന്റെ വാപ്പയമ്മയും തന്നാലും എനിക്ക് തരുന്നു. നീ എന്റെ വീട്ടുകാരെ വിളിച്ച് എന്തെല്ലോ എന്നെ ദ്രോഹിച്ചിക്ക, എന്നിട്ട് പോലും ഞാൻ അവളെ വെറുതെ വിട്ടു. ചാനല് ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് ഈ ചാനലിൽ. നമ്മൾ അവസാനം കണ്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. ഈ ചാനലിൽ ഒരു വീഡിയോ ഇടുകയും കേട്ടോ. ഞാൻ ഒന്നല്ല 2 വീഡിയോ ഒരുമിച്ചിടും. അന്ന് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കും എന്താ. പിന്നെ അറിഞ്ഞൂടെന്ന് പറയാ അവന്റെ ഭാര്യ പറഞ്ഞു സ്നേഹതീരത്തിന്റെ. പിന്നെ എങ്ങനെയാണ് ഈ ഫാമിലി ഫ്രണ്ട് ആവണത്? നീ സ്നേഹതീരത്തിന്റെ വീഡിയോ പിന്നെ എങ്ങനെ ഇട്ടെന്ന് പ്രൈവറ്റ് ഇട്ടാ ഞാൻ അറിയൂ. അവളെ ആ ഒരു ആംഗിള് മാങ്ങ. ഇവളെയൊക്കെ ആരെങ്കിലും കളിക്കോ പൂറി മോളെ? ഇവളെ ഈ പൂറ് ഇവളെ ഈ ശരീരപ്പെടുത്തി ആരും ചെയ്യൂ? കാണിച്ചു തരാടി, കടുപ്പിട്ടൊന്നും അടിക്കണം ചെയ്യണോ? നിനക്ക് ഞാൻ കാണിച്ചു തരാടി, നോക്കിയോ.
നീ അല്ലേടി മാപ്പിളേനെ വെച്ചോണ്ടിരുന്ന് മറ്റോ ചെയ്യണത്. നീ അല്ലേ എന്തെല്ലാം പറയണത്? അവളെ ചെയ്യുന്നതിന് തൊണ്ണാൻ കൊടുക്കില്ലേ ഈ കായലിനകത്ത് ഈ നദിക്കകത്ത് ഈ എന്താ പറയുന്ന ഈ കായലിനകത്ത് സ്ഥലമില്ലേ എന്താണ് നദി, പല സ്ഥലത്ത് പല പേരാണ് പറയുന്ന ഉപ്പ് രസമുള്ള വെള്ളത്തിനകത്ത് ഈ തൊണ്ണാകളൊക്കെ വീണ് കിടക്കും. അത് ചെളി നിറഞ്ഞിരിപ്പുണ്ടാവും. അതിന് പോയി ചെയ്തത് ഏറ്റവും നല്ലത്. എടി നമ്മളെ വിറ്റ് തിന്നിട്ട് പോയി ചാവടി, വരുമാനം മേടിച്ച് മക്കൾക്ക് കേറ്റാൻ കൊടുക്കാം. കാലിന്റെ ഇടയിൽ വരുമെന്ന് നീ ചിന്തിക്കണ്ട. വരൂല. ചാനല് പോയ മൈരേ പോയി. എനിക്ക് നല്ല ജോലിക്കാരനെ ഞാൻ നല്ല എനിക്കറിയാണോ നോക്കായി. നിന്റെ ഉമ്മാരെ പൂറ്റിനകത്ത് കുണ്ടളപ്പൂഴ് ഇറങ്ങുന്നതല്ലേ അപരാധി. എനിക്ക് നല്ല സങ്കടമുണ്ടടി. നീ എന്നെ കുറിച്ച് ഇത്രയും ചെയ്ത് വിറ്റ് തിന്നിട്ട്. ഇത്രേ ഉള്ളു മക്കളെ. കാരണം ഇനിയിപ്പൊ സലാന്ന് പറയാൻ വയ്യ. കാരണം ഇവിടെ പറഞ്ഞു മടുത്ത്. എത്ര പ്രാവശ്യം വേണ്ട 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 നമ്മൾ അവളെ ഉപേക്ഷിച്ച് എവിടെ വീണ്ടും നമ്മളെ വീട്ടിൽ തിന്നാൻ നിൽക്കുന്ന ആ അപരാധീന അവതുലാശിത്താൻ പറ്റി. അത്ര നിവൃത്തി. കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനലാണേ ഇവളായിട്ട് ഇങ്ങനെ ആക്കിയത്. ഇവക്ക് ഉള്ള മറുപടിയാണ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക, അവളെ കയ്യിലെത്തിക്കുക. ഇത്രേ ഉള്ളൂ.